ഗായ്സ് വെൽക്കം ടു അവർ ക്യൂട്ട് ഗ്ലോബ് UK ചാനലിൻ്റെ പേര് ഞാൻ മാറ്റിയായിരുന്നു. സോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു ലോങ് വീഡിയോ ഇടാൻ പോകുന്നത്. റീസെൻ്റ്ലി ഞാനും ചിഞ്ചും ലണ്ടൻ പോയിരുന്നു. ഇറ്റ്സ് ബിറ്റ്വീൻ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. സോ വി ആക്ച്വലി സീ ദ ബ്യൂട്ടി ഓഫ് ലണ്ടൻ സിറ്റി. സോ ദിസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് ദാറ്റ്. ലണ്ടൻ്റെ വിശേഷങ്ങളും അവിടുത്തെ ബ്യൂട്ടിയൊക്കെ കാണണമെങ്കിൽ സ്റ്റേ ട്യൂൺഡ്. സോ അങ്ങനെ ക്യാബൊക്കെ കയറി ഞങ്ങൾ ബെൽഫാസ്റ്റ് സിറ്റി എയർപോർട്ടിലെത്തി ആൻഡ് ഫ്ലൈറ്റ് ഇസ് അറ്റ് 7:45. സോ ദിസ് ഇസ് ദ എയർപോർട്ട്. സോ അങ്ങനെ സെക്യൂരിറ്റി ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞു. ആള് ഫ്ലൈറ്റ് കയറി ഓർക്കായി. സോ ഞങ്ങൾ EasyJet ആണ് ബുക്ക് ചെയ്തത് ആൻഡ് ഇറ്റ്സ് ലൈക്ക് 1 hour ഫ്ലൈറ്റ് ടു ഗാറ്റ്വിക്. നമ്മളങ്ങനെ ലണ്ടൻ ഗാറ്റ്വിക് എയർപോർട്ടിൽ ഇറങ്ങാൻ പോവുകയാണ്. ആൾക്ക് വയ്യ, ക്ഷീണിച്ച് ഉറക്കത്തിലാണ്. ബസ് അവിടെ നിൽക്കണം, നമുക്ക് കയറി പോണ്ടി വരും. ചെഞ്ചൂർ ഹൈ. സോ നമ്മൾ ലണ്ടൻ ഗാറ്റ്വിക് എത്തി. ഇനി ഇവിടുന്ന് നമ്മൾ സെൻട്രൽ ലണ്ടൻ അല്ലെങ്കിൽ ലണ്ടൻ സിറ്റിയിലോട്ട് പോകണമെങ്കിൽ എന്താ പറയുക, ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിൻ ട്യൂബിൽ അങ്ങനെ പോകേണ്ടി. പക്ഷെ ബസ് ഇന്ന് ഇവിടെ സ്ട്രൈക്കാണ്. സോ ഐ ബിലീവ് ഇറ്റ്സ് ഓൺലി ട്യൂബ് ഓർ ട്രെയിൻ. ആൻഡ് സോ ലെറ്റ്സ് സീ എങ്ങനെ പോകണമെന്ന്. ഇവിടെ നിന്ന് നമ്മൾ ഷട്ടിൽ പിടിച്ച് പോകണം ടു സൗത്ത് ടെർമിനൽ. ഫ്രീ ഷട്ടിൽ ആട്ടോ, കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഗാറ്റ്വിക് സ്റ്റേഷനിലെത്തി. ഷട്ടിലിൽ ഇനി ഇവിടെ നമുക്ക് ട്രെയിൻ മേടിച്ച് പോവാം. സോ നൗ വി ആർ ഇൻ ട്രെയിൻ ടു വിക്ടോറിയ. സീരിയസ്ലി ഒടുക്കത്തെ തിരക്കായിരുന്നു, പെട്ടിയും ലഗേജസൊക്കെ ആയിട്ട്. അങ്ങനെ സോ നമ്മൾ വിക്ടോറിയ സ്റ്റേഷനിലെത്തി. ഇറ്റ് ടുക്ക് ലൈക്ക് 30 minutes ഫ്രം ഗാറ്റ്വിക്. ഇവിടെ നിന്ന് ട്യൂബ് എടുത്തിട്ട് വേണം പോകാൻ. ഇനി ലൈക്ക് 10-15 minutes ആവും തോന്നുന്നു. വിക്ടോറിയ സ്റ്റേഷൻ ടു നമ്മൾ പാഡിംഗ്ടണിലോട്ട് പോകണം. കാരണം അപ്പോൾ ടാർഗറ്റ് ഈസ് ഹൈഡ് പാർക്ക്, വിന്റർ വണ്ടർലാൻഡ്. അതെ, നമ്മൾ അണ്ടർഗ്രൗണ്ട് ട്യൂബ് എത്തി. പിന്നെ ഒരു 1 day ട്രാവൽ കാർഡ് കിട്ടും ഫോർ £15. അത് എടുത്തോണം. സോ ദാറ്റ് യു ക്യാൻ ട്രാവൽ ഇൻ എനിത്തിങ്, ബസ്, ട്യൂബ്, ട്രെയിൻ, എവറിത്തിങ് ദാറ്റ് യു വോണ്ട്. ആൻഡ് ദിസ് ഇസ് ഹൗ ട്യൂബ് ലുക്സ്. ഒരു ലോക്കൽ ട്രെയിനിൻ്റെ ഫീൽ തന്നെയായിരുന്നു, ഇന്ത്യയിലെ പോലെ തന്നെ. അറിയില്ല, ഇവിടെയും കുറേ ഇന്ത്യൻസ് വന്നു പറഞ്ഞിട്ടല്ല, പോപ്പുലേഷൻ ലണ്ടനിൽ കൂടുന്നുണ്ട്, അതുകൊണ്ടായിരിക്കാം. വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? നമ്മൾ ലണ്ടൻ സിറ്റി എത്തിയിരിക്കുന്നു. പാഡിംഗ്ടണിൽ ഞങ്ങൾക്ക് 2-3 ബാഗ് ഉണ്ട്. അത് തൂക്കി നടക്കാൻ കുറച്ച് പണിയാണ്. സോ ലഗേജ് അവിടെ വെക്കണ്ടി എന്ന് വിചാരിച്ച് ഞങ്ങൾ തേരാപ്പാര നടക്കുകയാണ്. ഒരു ബൗൺസ് പറഞ്ഞ ആപ്പ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ട് വെക്കാം. പക്ഷെ അത് ഓൺലൈൻ ചെയ്യാനേ പറ്റുള്ളൂ. ഈ കോളും ലൊക്കേഷനും ഒന്നും കാണിക്കത്തില്ല. നിങ്ങൾ ബുക്ക് ചെയ്യാണ്ട് ലൊക്കേഷൻ കാണിക്കില്ല, അതാണ് പ്രശ്നം. നിങ്ങൾ ലണ്ടൻ സ്ട്രീറ്റ്സ് കാണും. അപ്പോൾ ഓക്കെ, ലണ്ടൻ കറങ്ങുകയാണെങ്കിൽ സിറ്റി മാപ്പ് ഡൗൺലോഡ് ചെയ്തോ. വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇതിൽ നിങ്ങൾക്ക് എക്സാക്ട് സ്ഥലം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ഡിസ്റ്റൻസ്, എത്ര വാക്ക് ചെയ്യണം, ഏത് ട്യൂബ്, ഏത് ബസ്, ഏത് ടെർമിനൽ എല്ലാം കാണിച്ചു തരും. സോ ഞങ്ങളുടെ ലഗേജസ് ഒക്കെ ഞങ്ങൾ വെച്ചു. ആൻഡ് വി ആർ ഹെഡിങ് ടു ഹൈഡ് പാർക്ക്. ആണതാ ബസ് വരുന്നുണ്ട് 36. ഇനി അടുത്ത യാത്ര ബസ്സിൽ. ഹൈഡ് പാർക്ക് എത്തി. എൻട്രി ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് നമുക്കുണ്ട്. സോ ദിസ് ഇസ് ഇൻ ദ ഹാർട്ട് ഓഫ് ദ സിറ്റി. വെരി വാസ്റ്റ്, വെരി ബ്യൂട്ടിഫുൾ. മോസ്റ്റ് എക്സിബിഷൻ ലൈക്ക് വിന്റർ വണ്ടർലാൻഡ്, മാർച്ച് പാസ്, അല്ലെങ്കിൽ വലിയ വലിയ പ്രോഗ്രാംസ് എല്ലാം ഇവിടെ നടത്താറ്. വീട്ടിൽ നിന്ന് നല്ല ഹോം മെയ്ഡ് റാപ്പ് ഞങ്ങൾ കൊണ്ടുവന്നുണ്ട് കഴിക്കാൻ. ഓൾമോസ്റ്റ് 12 hour ആയി. ഞാൻ അകത്ത് കയറി കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഓ, ഇത് പണിയാണ്. ദൈവമേ, ചിഞ്ചു അപ്പുറത്തും ക്യൂ. ഇതിനാണ് അവർ മുമ്പ് ബുക്ക് ചെയ്യണം പറയണത്, മനസ്സിലായ? എന്നിട്ട് ഭക്ഷണം ഞാൻ കഴിക്കും കേട്ടോ. ഇവിടെ ക്യൂ നിൽക്കാൻ. സോ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാത്ത കൊണ്ട് ടിക്കറ്റ്സ് എല്ലാം സോൾഡ് ഔട്ട് ആണെന്ന് പറഞ്ഞു. സോ നമുക്ക് തിരിച്ചു വേണ്ടി വന്നു. സോ ഞങ്ങൾ ഹൈഡ് പാർക്കിലുള്ള കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു ടുവേർഡ്സ് ബറോ മാർക്കറ്റ്.
അങ്ങനെ നടന്ന് ഞങ്ങൾ ഇവിടുത്തെ ഫേമസ് ബറോ മാർക്കറ്റിലെത്തി. ഈ ക്രിസ്മസ് ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് നന്നായി ഒരുക്കിണ്ടായിരുന്നു എല്ലാവിടെയും. കുറേ തരം സാധനങ്ങൾ, കുറേ ഫുഡ് വെറൈറ്റീസ്, ഹാൻഡിക്രാഫ്റ്റ്സ്, നല്ല വലിയ ഡെക്കറേറ്റഡ് ആണ് എല്ലാവിടെയും. ഒരവിടെ ഇപ്പോൾ നല്ല തിരക്കാണ്. അവിടെ നല്ല പോർക്ക്, മാക്ക് ആൻഡ് ചീസ്, ഫ്രൈഡ് ചിക്കനും കണ്ട് ശരിക്കും വായിൽ വെള്ളം വരുന്ന പോലെയായിരുന്നു. നല്ല വലിയ ക്യൂ ആയിരുന്നു കേട്ടോ അവിടെ ബർഗേഴ്സൊക്കെ ആയിട്ട്. മാക്ക് സൂപ്പറാണ്, പക്ഷെ ചിക്കൻ കുറച്ചും കൂടി കൂടുതൽ ഫ്രൈ ആയിരുന്നു. സൂപ്പറാണ് മാക്ക് സോസ്. പിന്നെ കുറേ തരം ചോക്ലേറ്റ്സ്, മഫിൻസ്, ബ്രൗണീസ്, എന്തൊക്കെയോ ബിസ്ക്കറ്റ്സ്, കുക്കീസ്, കാണാത്ത കുറേ സാധനങ്ങളുണ്ടായിരുന്നു. So next heading to London. So finally electric scooters ആണല്ലോ ഇവിടെ. ഇത് ഭയങ്കര സ്ലോ ആണ്. ഞാൻ ഇതിൽ വേറെ ഒരു സ്ഥലത്ത് പോയി കയറിയിട്ടുണ്ട്. സോ എനിക്ക് അത്ര കയറാൻ ഇൻട്രസ്റ്റ് ഇല്ല ജയന്റ് വീലിൽ. ബട്ട് ഐ ലവ് ദിസ് പ്ലേസ്. ഫെറി എനിക്ക് പോണെങ്കിൽ. ഓ, ഇത് ഭയങ്കര വലുതല്ല. നോക്ക് ചിഞ്ചു, എത്ര പേരാ. നൈസ്. മേലെയും ഓ അവിടെ നല്ല നൈസ്. സോ ഇത് ലണ്ടൻ ബ്രിഡ്ജ് ടു ടവർ ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്ന പാത്വേ ആട്ടോ. അതിൽ കൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇതിലൊക്കെ കയറി പോകട്ടോ. ഫുൾ സീൻ നിങ്ങൾക്ക് ഒരു 30 to 35 pounds ടിക്കറ്റ്സിലൊക്കെ കാണാം ഫോർ അഡൽട്സ്. ലണ്ടൻ ബ്രിഡ്ജ് കണ്ടില്ലേ, ടവറൊക്കെ. എന്താ പറഞ്ഞ ആൾക്കാരോട് പറയാനുള്ളത്, ഇത് ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ ലണ്ടൻ ബ്രിഡ്ജ്, ഇത് ടവർ ബ്രിഡ്ജ്. ഓക്കെ, ഫൈനലി ആ പാത്രത്തിൽ നമുക്ക് ക്രിസ്മസ് മാർക്കറ്റൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ തിരക്കും അതിൻ്റെ ലൈറ്റിങ്സും ഷോപ്സ് എല്ലാം ഉണ്ട്. ഗുഡ് ഗുഡ്. ലണ്ടനിലൊന്ന് ഫസ്റ്റ് ടൈമാണ് ശരിക്കും സമോസയും പക്കോടയും ഉള്ളിവട അതൊക്കെ ഫസ്റ്റ് ടൈം കാണുന്നുണ്ട്. സോ എന്തായാലും നമ്മൾ മേടിച്ച്. ഓ നൈസ്. എപ്പടി നമ്മുടെ ടവർ ബ്രിഡ്ജ്. ഓ, തിരക്ക് കണ്ട പൂര പറമ്പിൽ പോലെ ഇത്ര തിരക്കുണ്ടാവില്ല. ഇതാണ് നമ്മുടെ ടവർ ബ്രിഡ്ജ്. നമുക്കിനി ഈ സ്റ്റെപ്പൊന്ന് മേലോട്ട് കയറണം. ക്യൂ നിൽക്കുക ഞങ്ങൾ. സോ ടവർ ബ്രിഡ്ജിൻ്റെ മേലുള്ള വ്യൂ ഇട്ടേ ഉള്ളൂ. നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു. സോ അവിടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങി. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ നടന്ന് വണ്ടിയും കയറി ശരിക്കും മതി. വേറെ നല്ല ചുറ്റി പ്രാന്താണ്. സോ ഞങ്ങൾ ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് പോകാൻ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ഡിസ്നീൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ. എന്താ മരമൊക്കെ ഫസ്റ്റ് മേലെ നോക്കണോ എന്നിട്ടല്ല താഴെ. ഡിസ്നിയിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും കുറേ സാധനങ്ങളും പാവകളും എല്ലാം ഉണ്ടായിരുന്നു. കുട്ടികളിലൊക്കെ പോയാൽ തീർന്നു. കാരണം ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ പറഞ്ഞ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ.
ഇത് മാർവലും DC-ൻ്റെ സെക്ഷനൊക്കെ കേട്ടോ. ആ ശരി താഴെ പോ. ഓടിച്ചു മോനെ. എൻ്റെ പൊന്നെ, ഏത് സ്ട്രീറ്റ് പോയാലും എന്ത് സൂപ്പറായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് അറിയോ. ഒക്കെ ഓരോ തീമിലാണ്. ചിലവിടെ ഈ സ്റ്റാർസ്, ചിലവിടെ ഈ കിരീടം പോലെ, ഇനി ഏഞ്ചൽസ്, അങ്ങനത്തെ കുറേ സാധനം വരാനുണ്ട്. സോ ഞങ്ങൾ കുറേ നടണം കേട്ടോ. സ്ട്രീറ്റ് കണ്ട് നടന്ന് സമയം പോയതേ അറിഞ്ഞില്ല. സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മൾ റെജൻ സ്ട്രീറ്റിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. ജനസാഗര ഒഴുകുക. ഇവിടെ നിങ്ങൾക്ക് ഫുൾ സോളാർ സിസ്റ്റം കാണാം. ഓ വേറെ ലെവൽ. ഇത് എവിടെ പോയാലും ഇതന്നെയാണല്ലോ മൊത്തം സ്ട്രീറ്റ് നടന്നു. അവിടെ വെച്ച് നമ്മൾ വെഞ്ചി പറഞ്ഞൊരു ഐസ്ക്രീം ആൻഡ് ചോക്ലേറ്റ് ഷോപ്പ് ഉണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 15-20 മിനിറ്റ്സ് ക്യൂ നിന്നിട്ടാണെങ്കിൽ അവിടെ കയറി. അവിടുത്തെ ഐസ്ക്രീമാണ് ആക്ച്വലി സ്പെഷ്യൽ. ജലാട്ടോ ആണ് മെയിൻ. അവിടെ ഒരു മലയാളി തൊടുപുഴക്കാരൻ സ്റ്റോർ മാനേജർ ആട്ടോ. ആളുടെ പേരെന്താ പറഞ്ഞത്? അബ്ബാസ്. താങ്ക് യു ഫോർ ദിസ്. ഞാൻ ചുമ്മാ ഒരു ഇൻസ്റ്റയൊക്കെ ചെയ്യണം. ഇത് ശരിക്കും ചോക്ലേറ്റ് തന്നെയാണോ? ബ്രൗൺ കളർ പെയിന്റ് അടിച്ചേക്കുന്ന. വാട്ടർ പക്ഷെ പക്കാ. അയ്യോ പൊന്നെ, ചോക്ലേറ്റ് ആണ് വിചാരിച്ച് കുറെ പേര് എടുക്കണ്ടേ. ആ ക്രിയേറ്റീവ് ആണ് ഇത്. സോ നിങ്ങൾക്ക് ചോക്ലേറ്റ്സ് ഒക്കെ ഫ്രീ ആയിട്ടൊക്കെ തന്നോട്ടോ ആള്. സംഭവം ഇറ്റലിയാണ്, ഇറ്റലി ബേസ്ഡ് ആണ്. അല്ല ഇത് എങ്ങനെയുണ്ട് സാധനം? ഉണ്ട്, സൂപ്പർ. എല്ലാവരും വന്ന് ട്രൈ ചെയ്യും. സോ ഞങ്ങളിനി വല്ല കേരള ചെട്ടിനാട് റെസ്റ്റോറൻറ്റ് ഇവിടെ അടുത്തുണ്ട്. അവിടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കിട്ടുമെന്ന് സീറ്റ് കിട്ടുമെന്ന് അറിയില്ല, നോക്കാം. ചെട്ടിനാട് നടനില്ല ഗൈസ്, നല്ല തിരക്കുണ്ട്. വെയിറ്റ് ചെയ്യാൻ തന്നെ ചിലപ്പോൾ എൻ്റെ ട്രെയിൻ പോകും ടു ബ്രിസ്റ്റൽ എന്ന് പറഞ്ഞ പോലെ. സോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു, ഇവിടെ പാഡിങ്ടണിലോട്ട് വന്നു. അപ്പോൾ അങ്ങനെ ട്രെയിനിന് കയറി. ഒട്ടും സമയമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ട്രെയിന് കയറി. ഞങ്ങൾ M&S കയറി സാൻഡ്വിച്ചൊക്കെ മേടിച്ചു. ആകെ ഉണ്ടായിരുന്ന 2 സാൻഡ്വിച്ച്, അതിൽ ഒരാൾ കളയും ചെയ്തു താഴെ. വന്ന സാൻഡ്വിച്ച്. സോ നമ്മളങ്ങനെ ബ്രിസ്റ്റൽ ഇറങ്ങി. ആൻഡ് നല്ല ക്ഷീണമുണ്ട്, ഉറക്കം വേണ്ടി, കാരണം കുറേ യാത്ര ചെയ്തു. ആൻഡ് ഇപ്പോൾ വരുമ്പോൾ മര്യാദയ്ക്ക് ഫുഡും കിട്ടിയില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ഐ ബിലീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. സോ ഇഷ്ടപ്പെട്ട എന്ന് പറയുന്ന പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.